തെരഞ്ഞെടുപ്പിൽ UDF-ഉം LDF-ഉം പിന്തുണ തേടിയെന്ന് വെളിപ്പെടുത്തി SDPI നേതൃത്വം. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ UDF നേതൃത്വം ബന്ധപ്പെട്ടുവെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. BJPയുടെ തോൽവി ഉറപ്പാക്കേണ്ടത് SDPIയുടെ മാത്രം ബാധ്യതയല്ല. SDPI മഞ്ചേശ്വരത്ത് മത്സരിച്ചാൽ മതേതര വോട്ടുകൾ ഭിന്നിക്കുമെന്നാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞത്. SDPI വോട്ടുകൾ മതേതരമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വേങ്ങരയിൽ LDF സ്ഥാനാർത്ഥി സബാഹ് ഉൾപ്പെടെ ഇത്തവണ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ താനൂരിൽ V. അബ്ദുറഹ്മാനെ പിന്തുണച്ചു. ഇത്തവണ ആരെ പിന്തുണയ്ക്കുമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും SDPI നേതൃത്വം വ്യക്തമാക്കുന്നു. മതേതര വോട്ട് എന്ന് വെച്ചാൽ SDPI മത്സരിക്കുന്നത് കൊണ്ട് SDPI നേതൃത്വം കൊടുക്കുന്ന ഒരു അല്ലെങ്കിൽ ആ പാർട്ടിയുടെ വോട്ടുകൾ അത് മതേതര വോട്ടുകളാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ആ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ അവിടെ ലീഗ് തോൽക്കുന്നതാണ് പറയുന്നത്. പരസ്യമായി പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ എന്തൊക്കെ ആയിക്കോട്ടെ, മതേതര വോട്ടുകൾ എന്ന ആ ഒരു പദപ്രയോഗത്തെ സ്വാഗതം ചെയ്യുകയാണ്. SDPIയുടെ മതേതരത്തെ അംഗീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. പല ദൂതന്മാരൊക്കെ ഇങ്ങനെ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണം എന്ന രീതിയിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ചില ലീഡർമാർ ഇപ്പോ ഇങ്ങനെ ഇന്നലെ തൊട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ഒരു പുനരാലോചന വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ബന്ധപ്പെടുന്ന UDF-ന്റെ നേതാക്കന്മാർ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. മഞ്ചേശ്വരത്ത് അല്ല, അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ മണ്ഡലത്തിലും നമ്മൾ കയറി അങ്ങനെ പിന്തുണക്കുമെന്നൊന്നും ഒരു മാൻഡേറ്റ് ഒന്നുമില്ല. താനൂരിന്റെ അന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ അബ്ദുറഹ്മാനെ പിന്തുണച്ചു, വോട്ട് ചെയ്തു. അത് ശരിയാണ്. അദ്ദേഹത്തിന് കുറച്ച് ഒരു നാക്കുപോയി സംഭവിച്ചു, നമ്മളത് പറഞ്ഞപ്പോൾ അതിന് തിരുത്തുകയും ചെയ്തു. അത് നമുക്ക് സന്തോഷമാണ്. സബാഹ് എന്നല്ല ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും നമ്മളോട് പിന്നെ അതാത് മണ്ഡലങ്ങളിലൊക്കെ ചോദിച്ച് വോട്ട് ചോദിക്കുന്നുണ്ട്. അത് സ്ഥാനാർത്ഥി അല്ല, അത് ചോദിക്കുമല്ലോ, അത് സ്വാഭാവികമല്ലേ. അത് പ്രത്യേകിച്ചും സഭാവൊക്കെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചോദിക്കുന്നതിന് ഒരു 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 ബാരിക്കേഡും ഇല്ലല്ലോ. കാരണം സ്വതന്ത്രനാണ്, അദ്ദേഹത്തെ എല്ലാവരുടെയും വോട്ട് ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നതിന് എന്താ തടസ്സമുള്ളത്? വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, വർഗീയ വോട്ടുകൾ വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള രഹസ്യമായ നീക്കങ്ങൾ പല മുന്നണികളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത് UDF-ഉം LDF-ഉം പിന്തുണ തേടിയെന്ന SDPI നേതൃത്വത്തിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ ഇതെങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്ന് അറിയേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തേടിയത് അത് വലിയ വിവാദമായതാണ്. കഴിഞ്ഞ ദിവസം PDP പരസ്യമായി LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ SDPI ഇപ്പോഴും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. രണ്ട് മുന്നണികളും UDF-ഉം LDF-ഉം പിന്തുണ തേടിയെന്ന് മാത്രമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായിരിക്കും SDPIയുടെ നിലപാട്? ടോം, SDPIയുടെ നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് ചെറിയ ഭൂരിപക്ഷത്തിന് BJP മേൽക്കൈ നേടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനം മഞ്ചേശ്വരത്ത് തന്നെയാണ്. മഞ്ചേശ്വരത്ത് അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആശങ്കയില്ലാതെ UDF-ആണ്. കാരണം വളരെ നേരിയ മാർജിനിലാണ് അവിടെ വിജയം UDF നേടുന്നത്. ആ സാഹചര്യത്തിൽ SDPI സ്വതന്ത്രമായി നിന്ന് UDF-ലേക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൂടി നേടിയാൽ അവിടെ സ്വാഭാവികമായിട്ടും BJP ജയിക്കും. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ SDPI UDF-നെ സമ്മർദ്ദപ്പെടുത്തുകൂടി ചെയ്യുകയാണെന്ന് പറയും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്വീകരിച്ചിരുന്ന ഒരു സമീപനം അത് തുടരണമെന്ന ആവശ്യമാണ് UDF ഉന്നയിക്കുന്നത്. ഇത് പരസ്യമായിട്ട് സമ്മതിക്കലല്ല, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു BJP-ആണ്. BJP-യെ തോൽപ്പിക്കാൻ ആരുമായും കൂട്ടുകൂടാം എന്ന തരത്തിലുള്ള ഒരു സന്ദേശം തന്നെയാണ് UDF-ന്റെ ഭാഗത്തുനിന്നും SDPI സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാനുള്ള നീക്കം നടത്തിയതിലൂടെ തെളിയുന്നത്. മറുവശത്തേക്ക് നോക്കുമ്പോൾ ഇടതുപക്ഷത്തെയും പല മണ്ഡലങ്ങളിലും SDPI പിന്തുണച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ V. അബ്ദുറഹ്മാൻ ജയിച്ചത് SDPIയുടെ വോട്ട് കൊണ്ടാണെന്ന് അവർ അവകാശപ്പെടുകയും അബ്ദുറഹ്മാൻ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ അബ്ദുറഹ്മാനെ പിന്തുണയ്ക്കാൻ വേണ്ടേ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുമ്പോൾ ഇടതും വലതുമൊക്കെ SDPIയുടെ പിന്തുണ തരാതരം പോലെ തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് പരസ്യമായി പറയുന്നതിന് മാത്രമാണ് അവർക്ക് ഒരു പ്രശ്നമുള്ളത്. കഴിഞ്ഞ തവണ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വേങ്ങരയിൽ മത്സരിക്കുന്ന സബാഹ് കുണ്ടുപുഴയ്ക്കിൽ അദ്ദേഹം കഴിഞ്ഞ തവണ SDPIയുടെ കൂടി സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ച് 11,000 വോട്ട് നേടിയത് ഫുട്ബോൾ ചിഹ്നത്തിൽ. പക്ഷേ അദ്ദേഹം SDPIയുടെ സ്വതന്ത്രൻ എന്നാലും പറയുന്നത് താൻ സ്വതന്ത്രനാണ്, ആരുടെയും പിന്തുണ തേടാമെന്നാണ്. അതായത് കൃത്യമായിട്ടുള്ള ഈ തരം വോട്ടുകൾ നേടി വിജയം കൈവരിച്ച് എന്നാൽ അത്തരത്തിൽ വോട്ടുകളൊന്നും നേടിയിട്ടില്ല എന്ന് പരസ്യമായി പറയുന്ന നിലപാട് തന്നെയാണ് LDF-ഉം UDF-ഉം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് SDPIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയതോടെ മനസ്സിലായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ഇത് പ്രതിഫലിക്കുന്ന കാര്യം തന്നെയായിരിക്കും. BJP ഇത് വലിയ ആയുധമാക്കുകയും പല മണ്ഡലങ്ങളിലും ഇത് ഉന്നയിച്ച് പ്രചാരണം നടത്തുകയും ചെയ്യും. തരാതരം പോലെ SDPIയുടെ വോട്ടുകൾ നേടി ഞങ്ങൾ വർഗീയതയ്ക്കൊപ്പം ഇല്ല എന്ന് തുറന്നു
തുറന്നു പറയുന്നവരാണ് LDF UDF എന്നതായിരിക്കും BJPയുടെ പ്രചരണം. ഇത് ഓരോ മണ്ഡലങ്ങളിലും ഈ പ്രചരണം കൊണ്ട് മാത്രം ഒരുപക്ഷെ വിജയത്തിലേക്ക് BJPക്ക് എത്താൻ കഴിയില്ല. അവിടെ തീർച്ചയായിട്ടും SDPയുടെ വോട്ടുകൾ ഫലം നിർണായകമാകുന്നതിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ SDPയുടെ വോട്ടുകൾ അത് അവർ കൃത്യമായിട്ട് BJPയെ തോൽപ്പിക്കുന്നത് ആരാണോ അവർക്ക് വേണ്ടി ചെയ്യും എന്ന്. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഒരു രഹസ്യധാരണ ഉണ്ടാകുമോ? പരസ്യമായി വെൽഫെയർ പാർട്ടി, PDP പോലുള്ള പാർട്ടികൾ, രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്യ പ്രഖ്യാപനം നടത്തുമ്പോൾ SDPയുടെ ഭാഗത്ത് ഇത്തരമൊരു പരസ്യ നിലപാടുണ്ടാകുമോ? അതോ ചില മണ്ഡലങ്ങളിൽ മാത്രം, നേരത്തെ അനുമതി സൂചിപ്പിച്ചതുപോലെ മഞ്ചേശ്വരം പോലെ BJPക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ BJP ഒരു മുന്നേറ്റം നടത്തുമെന്ന് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മാത്രം ഒരു രഹസ്യ ഡീലായിരിക്കുമോ? പ്രത്യേകിച്ച് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പല മണ്ഡലങ്ങളിലും ഈ ഡീല് വിവാദം ഉയർന്നു വരുന്നുണ്ട്. അത്തരമൊരു രഹസ്യ ഡീലായിരിക്കുമോ ഉണ്ടാവുക? ഇതൊരു പരസ്യമായിട്ടുള്ള നീക്കത്തിലേക്ക് ഒരിക്കലും വഴിവെക്കില്ല. അത് രഹസ്യ ഡീലായിട്ട് തന്നെ സാധ്യതയുള്ളൂ. കാരണം അങ്ങനെ പരസ്യമായ ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് മറ്റു പല മണ്ഡലങ്ങളിലും ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ തന്നെ വടക്കൻ കേരളത്തിൽ SDPയുടെ പിന്തുണ പലയിടത്തും സ്വീകരിക്കുന്ന പരസ്യമായി പറയുമ്പോൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിൽ അത് ദോഷം ചെയ്യും, UDFനാണെങ്കിലും LDFനാണെങ്കിലും. അങ്ങനെ ചിലയിടങ്ങളിലെ സാഹചര്യം പോലെ തരാതരം പോലെ നീക്കുപോക്ക് അടവ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇതിൽ ഉണ്ടാവുക. ഒരിക്കലും പരസ്യമായിട്ട് അവരുടെ പിന്തുണ ഞങ്ങൾ തേടുന്നു എന്ന് പറയുകയില്ല. മറിച്ച് ആരുടെയും വോട്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്ന ഒഴുക്കൻ മട്ടിലുള്ള ഒരു വർത്തമാനം മാത്രമായിരിക്കും ഇരു മുന്നണികളുടെയും ഭാഗത്തുണ്ടാകും. കാരണം തെരഞ്ഞെടുപ്പാണ്, ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയാനാകില്ല. ഞങ്ങൾക്ക് ആരും വോട്ട് ചെയ്തോട്ടെ, ഞങ്ങൾ ആരുമായിട്ടും ഒരു ധാരണ ഉണ്ടാക്കുന്നില്ല എന്ന തരത്തിൽ തന്നെയായിരിക്കും ഇവരുടെ നിലപാട്. പക്ഷേ രഹസ്യമായിട്ട് ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണകൾ പല മണ്ഡലങ്ങളിലും SDPയുമായിട്ട് LDFും UDFും ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് വടക്കൻ കേരളത്തിൽ UDFിനൊപ്പമാണെങ്കിൽ മലപ്പുറം പോലത്തെ വേങ്ങര പോലത്തെ മണ്ഡലങ്ങളിൽ അത് LDFിനൊപ്പമായിരിക്കും. അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങൾ അതത് മണ്ഡല കമ്മിറ്റികൾക്ക്, അതത് ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റികൾക്ക് അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാമെന്നാണ് SDPയുടെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതത് മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് SDPയുടെ വോട്ട് മാറ്റാനുള്ള ശ്രമമായിരിക്കും SDPയുടെ നേതൃത്വം നടത്തുക. അങ്ങനെയാണ് അവർക്ക് പൊതുരാഷ്ട്രീയത്തിൽ ഒരു സ്വീകാര്യത ലഭിക്കുക എന്നും അവർക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ടോം, വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്. എന്തായാലും SDPയുടെ നിലപാട് മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലേറെ നിർണായകമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.